ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ഗൈസ്. അപ്പോൾ ഒരു വാലൻറ്റൈൻസ് ഡേ കൂടെ വന്നു. ജുന്നിന് ഇന്ന് ഇത്തിരി തിരക്കായതുകൊണ്ട് ഇത്തിരി ലേറ്റായിപ്പോയി. അതുകൊണ്ട് തൊട്ടടുത്ത് ഡൽമാമുകളിൽ തന്നെ പോകാമെന്ന് കരുതി. ഞങ്ങൾ ഡിന്നറും ഒരേ സിനിമയ്ക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഡിന്നറിന് ഞങ്ങളിങ്ങനെ നോക്കി നടന്നപ്പോൾ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് കിട്ടി കേട്ടോ. അടിപൊളിയായിരുന്നു. ആംബിയൻസ് വൈസ് ആയാലും ഇൻറ്റീരിയർ ആയാലും നമുക്ക് ഫോട്ടോസ് എടുക്കാനായാലും അടിപൊളിയായിരുന്നു. ഫുഡും സൂപ്പറായിരുന്നു. ഞാൻ മെനു ഒക്കെ തകർത്ത് നോക്കുന്നുണ്ട്, നിങ്ങളാരും നെട്ടണ്ട. എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഒരു ഡയറ്റിലിരിക്കുകയാണ്. ജുനുവിൻ്റെ വാൾപേപ്പർ എൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഏകദേശം 3 to 4 hours ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് തന്നെ പറയാം. അവിടുത്തെ ഒരു സ്റ്റാഫൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ സ്റ്റാഫ്സാണ് എടുത്തുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം എന്ന് തോന്നി. ഞങ്ങൾക്ക് എന്താണോ ആവശ്യം അത് വാങ്ങിച്ച് കൊടുക്കലാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ചെരുപ്പ് വാങ്ങിക്കാനാണ് കയറിയത്. ചെരുപ്പൊക്കെ വാങ്ങിച്ച് കൈമാറിയതിന് ശേഷം ഞങ്ങളൊരു മൂവി കയറി. അയ്യോ അത് പറയാൻ മറന്നു. ഞങ്ങളുടെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ലാവ കേക്കാണ് കേട്ടോ. ഈവൻ ഡയറ്റിലായിട്ട് പോലും ഞാനിൻ്റെ ഒരു സ്പൂൺ ജുന് വെച്ചെന്നപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെരുപ്പൊക്കെ കൈമാറി ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഒരു മൂവിയൊക്കെ കണ്ടു. മൂവി പ്രകമ്പനമാണ് കേട്ടോ കണ്ടത്. അടിപൊളി മൂവിയാണ്. ഈവൻ നൈറ്റായിട്ട് പോലും ഉറക്കമൊന്നും വന്നതേ ഇല്ല. നല്ല എൻഗേജിങ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ഗിഫ്റ്റിലോ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു അതിലല്ല കാര്യം. ഈ വാലൻറ്റൈൻസ് ഡേക്ക് നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, അതൊരു വലിയ ഘടകമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലർക്കും പറ്റുന്നത് പ്രണയം ഉള്ളിലുണ്ടാവും. ആദ്യ ഒരു വർഷം, 2ാമത്തെ വർഷം, 3ാമത്തെ വർഷമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കും. അത് കഴിഞ്ഞും ആഘോഷിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓരോ പ്രണയം മനസ്സിലല്ലാതെ പ്രകടിപ്പിക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ ഡേ ഒരു വലിയ കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട്.